ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡൽഹിയിൽ ജീവിച്ചാൽ ഈ ബാംഗ്ലൂർ ജീവിച്ച് കേരളത്തിലേക്ക് വന്ന പല നേതാക്കന്മാരെയും അദ്ദേഹത്തിന് പരിചയമില്ല. ഈ പറഞ്ഞ മണ്ഡലം പ്രസിഡന്റുമാരെ പരിചയമില്ല, അല്ലെങ്കിൽ ബൂത്ത് പ്രസിഡന്റുമാരെ പരിചയമില്ല, താഴെ ലോക്കൽ ഇടയിലുള്ള ആൾക്കാരെ പരിചയമില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുരളീധരനെ പോലെ, എം ടി രമേശിനെ പോലെ, കെ സുരേന്ദ്രനെ പോലെ, അതുപോലെ തന്നെ ശ്രീധരൻപിള്ളയെ പോലെ ഉള്ള ആൾക്കാർ പോയി പേരെടുത്ത് വിളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് അങ്ങനെ പരിചയമില്ലാതാവുന്നത്. അപ്പോൾ അതോടുകൂടി അവരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. ആ മൈൻഡ് സെറ്റിൻ്റെ ഭാഗമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആത്മഹത്യയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പെടാവുന്നതിന് മേലെയുള്ള ആൾക്കാരാണ് നേതാക്കന്മാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി എന്ന് പറയുമ്പോൾ കെ സുരേന്ദ്രൻ്റെ അടുത്ത് പരാതിക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, എം ടി രമേശിൻ്റെ അടുത്ത് പരാതി പറയും, വി മുരളീധരൻ്റെ അടുത്ത് പരാതി പറയാൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അവരിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു പരിധിക്ക് മേലെയുള്ള നേതാക്കന്മാരായതുകൊണ്ട് അവിടേക്ക് എത്തിപ്പെടാനേ കഴിയുന്നില്ല. കാരണം അവർക്ക് പരാതികൾ പറയാൻ കഴിയുന്നില്ല. അതിപ്പോൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള പല മണ്ഡലം BJP സ്ഥാനാർത്ഥികൾ അന്വേഷിച്ചാലും പല മണ്ഡലങ്ങളിലും അവർക്കൊരു പരാതി പറയാം, ആ ജില്ലാടിസ്ഥാനത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ BJP സമവാക്യങ്ങളെ ഒറ്റയടിക്ക് മാറ്റി, അല്ലെങ്കിൽ BJPയുടെ പ്ലാൻ ഒറ്റയടിപ്പിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നടന്നോണമെന്നില്ല. അങ്ങനെ നടക്കണമെങ്കിൽ, അങ്ങനെ നടക്കാൻ പറ്റിയ അങ്ങനെയുള്ള ജാതി കോട്ടകൾ വേണം.